ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ജീൻസിൻ്റെ അരഭാഗം നമുക്ക് ലൂസായി കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ബെൽറ്റാണ് യൂസ് ചെയ്യാറ്. ബെൽറ്റും മെഷീനൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എൻ്റെ ഒരു സ്കേർട്ടാണ് എടുത്തിട്ടുള്ളത്. അത് എനിക്ക് അരഭാഗം നല്ലോണം ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായിട്ട് ഒരു സൂചിയും നൂലും മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എത്ര സൈസിൽ മാർക്കാക്കി കൊടുക്കാം. ഞാനിവിടെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്കാക്കി കൊടുക്കാം. മുകളിൽ നിന്ന് താഴോട്ട് സൈഡിലേക്കായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ക്ലിയറായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ താഴോട്ടായിട്ട് ഒന്ന് മാർക്കാക്കി കൊടുക്കാം. ഇനി വേണ്ടത് സൂചി നൂലാണ്. ഞാൻ ഇതുപോലത്തെ വലിയൊരു സൂചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൂലാണ്. അതൊരു 2 മടക്കായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം അകത്തു നിന്നാണ് സൂചി ഇടേണ്ടത്. അകത്തു നിന്ന് പുറത്തേക്ക് നൂലിനെ വലിച്ചെടുക്കാം. നൂല് വലിച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ലൈൻസിൽ കൂടി സൂചി ഇങ്ങനെ തുന്നിക്കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ വേറെ ചെയ്തൊരു വീഡിയോ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ തുന്നിക്കൊടുക്കേണ്ടതെന്ന്. ഇതിൻ്റെ കളർ ഇതായത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ വേറൊരു ക്ലോത്തിൽ കൂടി ചെയ്ത് കാണിക്കാം. ഇതുപോലെ മാർക്കാക്കി കൊടുക്കണം. സൈഡിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ അകത്തു നിന്ന് പുറത്തേക്ക് സൂചിനിട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ലൈൻസിൽ കൂടി ഇതുപോലെ സൂചിനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ജീൻസിൻ്റെ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് വരാത്ത രീതിയിലാണ് സൂചിനെ കയറ്റേണ്ടത്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി അതുപോലെ തന്നെ വലിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇതേപോലെ മേലെ ഭാഗത്തോളം ചെയ്തു കൊടുക്കാം. അവസാനം ആ സൂചിൻ്റെ അറ്റത്തു നിന്ന് അകത്തേക്ക് കയറ്റി വലിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വലിച്ച് ടൈറ്റാക്കണം. അപ്പോൾ ഈ നൂലൊക്കെ അകത്തേക്ക് പോകും. നന്നായിട്ട് പ്രസ് ചെയ്ത് വലിക്കാം. ഇപ്പോൾ കണ്ടോ, പെർഫെക്റ്റായിട്ട് അതങ്ങ് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കാം. ഇനി ബാക്കി വരുന്ന നൂലൊന്ന് കട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സെയിമായിട്ട് വരച്ച് ആ ലൈൻസിൽ കൂടി ഒന്ന് തുന്നി കൊടുത്താൽ മതി.
രണ്ട് സൈഡും കൂടി ഒരേപോലെ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ.